പ്രമേയത്തെ തിരക്കഥാരൂപത്തിലേക്ക് പകർത്തുന്ന സന്ദർഭമാണ് സിനിമയുടെ ബീജാവാപഘട്ടം. ഇവിടെ സംവിധായകനും തിരക്കഥാകൃത്തും ഒറ്റ മനസ്സായി വേണം പ്രവർത്തിക്കാൻ. അപ്പോൾ ഒരു രണ്ട് ശരീരത്തിനുള്ളിലും ഒരു മനസ്സായിട്ട് പ്രവർത്തിക്കാൻ കഴിയണം. അതാണ് റൈറ്ററും ഡയറക്ടറും തമ്മിലുള്ള ഹാർമണി ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഇരുന്ന് നമ്മൾ ചെയ്യുമ്പോൾ ഭരതൻ എപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണം യൂസ് ടു കോട്ട് മൈക്കലാഞ്ചലോ ശില്പങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു വലിയ ശില അതിൻ്റെ ചുറ്റും നടന്നതിന് ശേഷം പുള്ളി അതിന് വലിയ ഇങ്ങനെ പൊസസ്ഡ് ആയ പോലെ അതിൻ്റെ മേലെ കൈവച്ചിട്ട് അടിച്ചിട്ട് അതിനെ പേരെടുത്ത് വിളിക്കും ദാവീദ്, ഗോലിയത്ത്, മോസസ്. അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ദാവീദിൻ്റെ ശില്പം അല്ലെങ്കിൽ ഗാലിയത്തിൻ്റെ ശില്പം പ്രപഞ്ചത്തിൻ്റെ ശില്പി ഇതിൽ നേരത്തെ കൊത്തിവെച്ചിട്ടുണ്ട്. മനുഷ്യ ശില്പിയായി ഞാൻ ചെയ്യുന്നത് ആ ശില്പത്തിൻ്റെ ഭാഗമല്ലാത്തതിനെ ചീന്തിക്കളയുക മാത്രമാണ്. പലതരം പറയാറുണ്ടായിരുന്നു അത് തന്നെയാണ്. ഞാൻ ഈ കഥ മതി, അതിപ്പോൾ ഞാൻ പറയുന്ന കഥയാകും, പപ്പൻ പറയുന്ന കഥയാകും, പത്മരാജൻ്റെ കഥയാകും, മറ്റൊരാളുടെ കഥയാകും. ആ കഥയിൽ നിന്നൊരു സിനിമ ഉണ്ടാക്കാമെന്ന് ഞാൻ തീരുമാനിക്കുന്ന സമയത്ത് എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഞാനതൊരു പൂർണ്ണമായ എഡിറ്റഡ് ഫൈനൽ പ്രിൻ്റ് ഓഫ് ദ ഫിലിമായിട്ട് കൺസീവ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ എൻ്റെ ഉപബോധ മനസ്സിൽ നിന്ന് ബോധ മനസ്സിലേക്ക് അതിനെ തെളിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു കർമ്മമാണ് ഒരു തിരക്കഥാകൃത്തുമായിട്ട് ഒപ്പമിരുന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആ സിനിമയുടെ ഭാഗമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അതിനെ നിരാകരിച്ച് ആ സിനിമയെ തെളിച്ചെടുക്കുകയാണ്. ജോണി ഒരു കഥ കേൾക്കുമ്പോൾ അതിലെന്തൊക്കെ വേണമെന്നാണ് ആഗ്രഹിക്കുക, അല്ലെങ്കിൽ സെലക്ട് ചെയ്യാൻ തോന്നിപ്പിക്കുന്ന ഒരു ഘടകം എന്തായിരിക്കും? ഞാൻ കൂടുതലായിട്ടും പ്രതീക്ഷിക്കുന്നത് ഈ പറഞ്ഞ പോലെ പിടിച്ചിരുത്തുന്ന സിനിമകൾ, രസിപ്പിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും അല്ല. ഇപ്പോൾ കഥ വന്ന് പറയുന്നത് ചിലർ കഥ വന്ന് പറയും. ഇപ്പം ജെയിംസ് ആൽബർട്ട് സൈക്കിളിൻ്റെ കഥ വന്ന് പറയുന്നത് ഒരാളെ പറ്റിക്കുന്നു ഒരു വലിയ തുക. അടുത്ത ജനറേഷനിൽ ആ പറ്റിച്ച ആളുടെ കയ്യിൽ നിന്ന് അയാളുടെ തലമുറയിലേക്ക് തന്നെ ആ പണം എത്തിച്ചേരുന്നു. അതായത് നമ്മളൊരാളെ കളിപ്പിച്ചാൽ തിരിച്ച് ഇറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ നിന്ന് നഷ്ടപ്പെട്ട യഥാർത്ഥ ആളുടെ തന്നെ എത്തിച്ചേരുമെന്നു. അതാണ് ജെയിംസ് പറയുന്ന ത്രെഡ്. പിന്നെ അതിന് ജെയിംസ് പറയുന്ന അപ്പോൾ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകും. ആ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് തന്നെ ഈ പണവുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ പണം വിനിമയം ചെയ്യുന്ന ഒരു ഷോപ്പിംഗ് കോംപ്ലക്സാണ് അതിൻ്റെ ഒരു പശ്ചാത്തലമായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കഥ വന്നു, അതിനൊരു ബാക്ക്ഗ്രൗണ്ട് വന്നു. പിന്നെ രണ്ട് ക്യാരക്ടേഴ്സ് വരുന്നു. ഒന്ന് ഈ വിനീതിൻ്റെ വിനുമോഹൻ്റെ കഥാപാത്രം, അതായത് രണ്ടുപേരും ഇല്ലായ്മക്കാരാണ്, വീട്ടിൽ പലതരം പ്രശ്നങ്ങളുണ്ട്. പിന്നെ ജഗതി ചേട്ടൻ്റെ കഥാപാത്രം, എപ്പോഴും പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ പറ്റുന്ന, ഏത് രീതിയിലും പണം ഉണ്ടാക്കണം, ഒരു ബ്ലേഡുകാരൻ. ഈ മൂന്ന് കഥാപാത്രം. പിന്നെ നായികമാരുടെ കഥാപാത്രം, ഈ ജഗതി ചേട്ടൻ്റെ ഒരു മകളുടെ കഥാപാത്രമാണ് ഒരു നായിക. അവൾ അവളോടൊരു ഇഷ്ടമുണ്ട്. അങ്ങനെ ഞാൻ പറയാം, ആ കഥയ്ക്ക് ശേഷം ജെയിംസ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കുന്നു. അതിനുശേഷം കുറച്ച് ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഈ കഥയുമായി വളരെ റിലേറ്റഡായിട്ട് വരുന്നുണ്ട്. ഒരു കഥയെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന, അതെനിക്ക് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് തോന്നിയ ഒരു രീതിയാണ്. അതിനിപ്പോ കാശ് അറിയിച്ചു, കാശ് ഇന്ന് വരും നാളെ പോവും. അതോർത്ത് ഇയാൾ വിഷമിക്കണ്ട, തരാനുള്ള കാശ് ഞാൻ തന്നിരിക്കും. പിന്നെ പുതിയ ആളുകൾ വന്ന് കഥ പറയുമ്പോൾ ഇതിനകത്ത് ഒരു കഥയായിട്ട് പറയുന്നവർ ഇതിനകത്ത് പറയുന്ന കഥയിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് ഞാൻ നോക്കും. ഇപ്പോൾ ഈ ജിനുവിൻ്റെ കഥയിൽ ഒരു പ്രത്യേകതയുണ്ട്. അതിനകത്തൊരു ഫോർമാറ്റിൽ നമ്മൾ സാധാരണ കാണുന്നതല്ലാതെ ആ കഥയ്ക്ക് ഉള്ളിലുള്ള ഒരു എലമെൻ്റ് ഉണ്ട്. അതുതന്നെയാണ് ഈ സിനിമ ഒരു പ്രൊജക്റ്റ് ആവാൻ കാരണം. അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ഒരു രീതിയും കാര്യങ്ങളും. അപ്പോൾ ഈ കഥ കേട്ട് കഴിഞ്ഞാൽ ഞാൻ പറയും, അത്യാവശ്യം ഒരു ഓർഡറാക്കി ഒരു ആദ്യമധ്യാന്തം പറയാവുന്ന രൂപത്തിലാക്കി കൊണ്ടുവരാൻ പറയും. എനിക്ക് തോന്നുന്നു കഥാകൃത്തുക്കൾ ധാരാളം കിട്ടും. ഒരു തിരക്കഥാകൃത്തുക്കളെ കിട്ടാനാണ് പാട്. കാരണം തിരക്കഥയെന്ന് പറഞ്ഞാൽ അതിൻ്റെ എൻ്റെ ഒരു ഡയറക്ടർ, എൻ്റെ ഗുരു തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, തിരക്കഥ എന്ന് പറഞ്ഞൊരു കള്ളത്തരമാണ്. ആ കള്ളത്തരം കൃത്യമായി അറിയാവുന്നവർക്കേ ഒരു തിരക്കഥാകൃത്താകാൻ പറ്റുള്ളൂ. ഈ സിനിമയുടെ സൂത്രം, അത് സീനുകളുടെ ഒരു നൈരന്തര്യം, അതൊക്കെ ഒരു സീനിൽ നിന്ന് മറ്റൊരു സീനിലേക്ക് ഒരു ഗ്രാഫ് ഉയർന്നു പോകേണ്ടത് എങ്ങനെയാണ്? ഏത് സ്ഥലത്താണ് ഒന്ന് അമർത്തിപ്പിടിച്ച് രണ്ടാമത്തെ ഒരു ടേക്ക് ഓഫ് ഉണ്ടാവേണ്ടത്? ആ സൂത്രം പിടികിട്ടിയ ആൾക്ക് മാത്രമേ തിരക്കഥ എഴുതാൻ പറ്റുള്ളൂ. സിനിമയ്ക്ക് തിരക്കഥ എഴുതുക എന്ന് പറയുന്നത് പല രീതിയിലാണ്. ഇതിപ്പോൾ തിരക്കഥയെക്കുറിച്ച്, രചനയെക്കുറിച്ചുള്ള ഈ പുസ്തകങ്ങളിൽ ഇതിലൊക്കെ ചില മെത്തേഡ്സ് പറയും. പക്ഷേ ഈ മെത്തേഡ്സ് ഒന്നും ഇല്ലാതെയും തിരക്കഥ എഴുതാം, തിരക്കഥയില്ലാതെയും സിനിമ എടുക്കാം. അപ്പോൾ ഇതൊക്കെ ഓരോ വ്യക്തിപരമായ ശൈലികളാണ്. ഇതെങ്ങനെ ആണ് വേണ്ടത് എന്നുള്ളത് വ്യക്തിപരമായ ശൈലികളാണ്, അല്ലാതെ ആ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച് നീങ്ങേണ്ട കാര്യങ്ങളല്ല. ചിലർക്ക് തിരക്കഥ എന്ന് പറയുന്നത് സിനിമയായിട്ട് തന്നെ ആയിരിക്കും മനസ്സിൽ ഉണ്ടാവുക. അത് എഴുതി വെച്ചില്ലെങ്കിലും അവർക്കത് പ്രാവർത്തികമാക്കാൻ പറ്റും. പക്ഷേ എഴുതി വയ്ക്കുന്നത്, അത് സംവിധായകൻ തന്നെ തിരക്കഥാകൃത്താവുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ എഴുതി വയ്ക്കുന്നതിൻ്റെ സൗകര്യം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് കൂടി അത് പ്രയോജനപ്പെടുത്താമെന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ തിരക്കഥ എന്ന് പറയുന്നത്
ഇതിൻ്റെ സിനിമയ്ക്കും ഈ ഒരു ആശയത്തിനും ഇടയിൽ ആവശ്യം ആകാവുന്ന ഒരു ഘടകമാണ്, പക്ഷേ അത് അനിവാര്യമായ ഘടകമല്ല എന്നർത്ഥം. പാട്ടുകൾ എന്തിനാണ് ഒരു തിരക്കഥയിൽ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ജോണി ഉപയോഗിക്കാറ്? ഇപ്പോൾ പാട്ടുകളെ നമ്മളിപ്പം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകേണ്ട ഒരു സംഭവമുണ്ട്. ഇപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ്, ഇവർ ഫ്രണ്ട്സായിരുന്നു, ഇവർ പണ്ട് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, അങ്ങനെ ഒരു ചിലപ്പോൾ ഇവരുടെ ഒരു ചിരിയിൽ നിന്നൊക്കെ ഒരു പാട്ട് നമുക്ക് പറയാം. കാരണം എന്താ വെച്ചാൽ ഇവർ തമ്മിൽ ഒരുപാട് കാലത്തെ സൗഹൃദം ഉണ്ടെന്നും ഒക്കെ തോന്നുന്ന രീതിയിലുള്ള, അതായത് കുറേ അല്ലെങ്കിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഒരുപാട് സീനുകൾ വേണ്ടി വരും. അതൊരു 3 മിനിറ്റ് 3.5 മിനിറ്റ് സോങ്ങിലേക്ക് ഒതുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്കൊരു ഹീറോയിസം, ചിലപ്പോൾ ഒരു ഹീറോ ഒരു ഫൈറ്റൊക്കെ കഴിച്ച് നിൽക്കുമ്പോൾ ഒരു രജനീകാന്ത് ഫോർമുല, ഒരു അടിച്ചുപൊളി പാട്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഇയാളൊരു സകലകലാ വല്ലഭനാണെന്ന് കാണിക്കാൻ കഴിയുന്ന ഒരു മാസിൻ്റെ ഒരു സംഭവമാണത്. അപ്പോൾ അതിനൊരു പാട്ടാകാം. പിന്നെ ഈ ഹീറോ ഒരു പ്രണയമുണ്ട്, അത് കൃത്യമായ രീതിയിൽ ആ പ്രണയം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അതങ്ങനെ വരുന്നുണ്ടെങ്കിൽ അവിടുന്ന് നമ്മളൊരു പാട്ടിലേക്ക് പോകും. ആ പാട്ടുകളിൽ തന്നെ ലാലുവിന് അറിയാമല്ലോ 2-3 കാര്യങ്ങളുണ്ട്. ഒന്നിപ്പം പുറകെ നടക്കുന്ന പാട്ടാകാം, ഒന്ന് ഭയങ്കര മിങ്കിൾ ചെയ്തുള്ള പാട്ടാകാം, ഒന്നൊരു വളരെ മൂടിയായിട്ടുള്ള പാട്ടാകാം. 2 ഘട്ടങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പാലമായിട്ടും പാട്ട് വരാറുണ്ട്. ചിലപ്പോൾ ഒരു കാലഘട്ടം കടന്നു പോകുന്നത് കാണിക്കാൻ, ഒരു ടൈം ലാപ്സ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പകരം ഒരു വാക്വം ഫില്ല് ചെയ്യാൻ, ഒരു ടൈം ലാപ്സ് ഫില്ല് ചെയ്യാൻ, ഒരുപാട് സീനുകൾ ചെയ്യുന്നത് കുറയ്ക്കാൻ ഒക്കെ പാട്ടുകൾ ബുദ്ധിപൂർവ്വം. പാട്ടുകളൊരു രക്ഷപ്പെടലും ഒരു സിനിമയുടെ തളർച്ചയുമായ ഒരു ഗ്ലൂക്കോസും ഒക്കെയാണ്.